മൂന്നര പതിറ്റാണ്ട് കാലമായി കൊയിലാണ്ടി നഗരത്തിന്റെ സ്പന്ദനങ്ങൾ കാണാപ്പാടമാണ്. വഴിയോരത്ത് കണ്ണട വിറ്റ് ഉപജീവനം നടത്തുന്ന നബീസ എന്ന വയോധികക്ക് ലോക വനിതാ ദിനം ആഘോഷമാക്കുന്നവർ കാണാതെ പോയ ഈ കാഴ്ച കാണാൻ കണ്ണട വെക്കണമെന്നില്ല, കണ്ണൊന്ന് തുറന്നു പിടിച്ചാൽ മതി. കൊയിലാണ്ടി കോടതിക്ക് മുൻവശത്തെ ഈ നടപ്പാതയിൽ കണ്ണടകളും സോപ്പും ചീപ്പും മൊട്ടുസൂചിയുമെല്ലാം വിൽക്കുന്ന ഒരു വാർദ്ധക്യ ജന്മമുണ്ട്. പാലക്കാട്ടുകാരി നബീസ എന്ന ഈ വയോധിക 35 കൊല്ലമായി ഇവിടെയുണ്ട്. കൊയിലാണ്ടിക്കാർ ഇവരെ സ്നേഹപൂർവ്വം ഉമ്മ എന്ന് വിളിക്കുന്നു. നബീസ ഉമ്മക്ക് എല്ലാവരും മക്കളാകുന്നു. പാലക്കാട്ട് നിന്നും ഭർത്താവുമൊത്ത് പയ്യോളിയിൽ എത്തി. പയ്യോളിയിൽ നിന്നാണ് നിത്യം രാവിലെ കൊയിലാണ്ടിയുടെ തിരക്കിൽ ആൾക്കൂട്ടത്തിൽ ഒരാളായി വേറിട്ട കച്ചവടവുമായി ഈ ഉമ്മ ജീവിതം കരുപിടിപ്പിക്കുന്നത്. കൂട്ടായി ഒപ്പം ഉണ്ടായിരുന്ന ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. അതോടെ ജീവിതത്തിലും കച്ചവടത്തിലും എല്ലാം ഒറ്റക്കായി. കൊയിലാണ്ടി ടൗൺ തന്റെ കൺമുന്നിലാണ് വളർന്നു വന്നത്. നഗരത്തിന്റെ ഓരോ മാറ്റവും കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി താൻ കണ്ടുകൊണ്ടിരിക്കുന്നു. കൊയിലാണ്ടിയെയും കൊയിലാണ്ടിക്കാരുടെ സ്നേഹത്തെയും കുറിച്ച് പറയുമ്പോൾ നബീസ ഉമ്മക്ക് ആവേശം ഏറെ. ഞങ്ങൾ ആദ്യമായിട്ട് വന്ന് ഞങ്ങൾ കുറേ ആളുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ്, ഞാൻ, ഞങ്ങളെല്ലാവരും വന്ന് ഇവിടെ കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് കൊയിലാണ്ടിയിൽ ഇതുപോലെയൊന്നുമില്ല. ഒരു വീഡിയോ അവിടെയാണ്, ഒരു വീഡിയോ ഇവിടെ ഇങ്ങനെ ആളും വാഴൊന്നുമില്ല. ഇപ്പോൾ ഒക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോറിന് അന്ന് എന്താ 3.5 ഉറുപ്പ്യ 2.5 ഉറുപ്പ്യ ഓരോരോ വീഡിയോയിൽ ഓരോരോ വില. ഇപ്പോൾ 35-40 ആയി. അതിൽ അങ്ങനെ മാറ്റം വന്ന് ഒരു വിരോധമായിട്ടൊരു വാക്ക് പറഞ്ഞിട്ടില്ല, ഞാനും അങ്ങോട്ടില്ല. ഇന്ന് ഇതുവരെ എല്ലാം നമ്മളെ മക്കളെ പോലെ അല്ലെങ്കിൽ നമ്മളെ ആങ്ങളാരെ പോലെ എന്നെ അറിയുന്നവരെല്ലാവരും എന്നെ വിളിക്കുന്നത് ഉമ്മ തന്നെയാണ്. ലോക വനിതാ ദിനമാണ്, അറിയില്ലായിരുന്നു എന്ന ചോദ്യത്തിന് അങ്ങനെ എന്തെല്ലാം ദിനങ്ങൾ കഴിയുന്നു എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു. തൊട്ടടുത്ത നിമിഷം തൊഴിലെടുത്ത് അന്നം തേടി ജീവിക്കുന്ന സ്ത്രീകളോടായി ഒരു കുഞ്ഞു ഉപദേശവും. നാട്ടുകാർക്ക് മുഴുവൻ കണ്ണട വിൽക്കുന്ന നബീസ ഉമ്മ എന്താ കണ്ണട ഇടാത്തത് എന്ന ചോദ്യത്തോട് ഞമ്മടെ കണ്ണിന് ഒരു കുഴപ്പവുമില്ല എന്ന് മറുപടി. ഒറ്റത്തവണ ഒന്ന് കണ്ണട ഇട്ടൂടെ എന്ന് ചോദിച്ചപ്പോൾ അത് വേണ്ട എന്ന് മറുപടി. സ്നേഹപൂർവ്വം വീണ്ടും ചോദിച്ചപ്പോൾ എന്നാ ഞമ്മള് കണ്ണട ഇടാം, നിങ്ങൾ ചാനലിലൊന്നും കൊടുക്കരുതേ എന്ന് ചെറിയൊരു ശാസന. കണ്ണുണ്ടായിട്ടും കാണാത്തവരുടെ ലോകത്ത് കണ്ണടയിട്ടാലും കുഞ്ഞുകാര്യങ്ങൾ കാണാത്തവരുടെ ഇടയിലേക്ക് 3.5 പതിറ്റാണ്ട് കാലമായി കൊയിലാണ്ടിയെ സ്നേഹിച്ച് ഇവിടെ ജീവിച്ചു മരിക്കാൻ കൊതിക്കുന്ന നബീസ ഉമ്മയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ വാർത്ത വനിതാ ദിനാചരണത്തിന്റെ ആരവങ്ങൾക്കിടയിൽ മുങ്ങിപ്പോകരുത് എന്ന പ്രാർത്ഥനയോടെ ക്യാമറമാൻ അജയ് കൊല്ലത്തിനൊപ്പം രാജേഷ് പറമ്പിൽ, മലബാർ ന്യൂസ്.